1400 വർഷങ്ങൾക്കപ്പുറത്ത് മണ്ണിൽ നടന്ന ഒരു സംഭവത്തെ നമ്മുടെ മുമ്പിലേക്ക് പച്ചയായി കൊണ്ടുവന്ന് വെക്കുകയാണ് വിശുദ്ധ റമദാൻ. അന്ന് അഭൗമിക ലോകത്ത് നിന്ന് ഒരു ഗുരുനാഥൻ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമ മണ്ണിലേക്ക് ഇറങ്ങി വന്നു. ഭൗതിക ലോകത്ത് ഏറ്റവും ശ്രേഷ്ഠനായ ഒരു വ്യക്തി, ആ വ്യക്തിയെ തന്റെ പഠിതാവായി നിലനിർത്തിക്കൊണ്ട് അനിവാര്യമായ, മനുഷ്യകുലത്തിന് അനിവാര്യമായ പാഠങ്ങൾ പഠിപ്പിക്കാൻ. സംഭവം നടന്നത് ജബലുന്നൂർ എന്നറിയപ്പെടുന്ന മക്കയിലെ പ്രകാശത്തിന്റെ മല എന്നു പേരുള്ള ആ മലയുടെ ഏറ്റവും ഉച്ചിയിൽ കീഴ്ക്കാൻ തൂക്കായ ഭാഗത്ത് ഒരാൾക്ക് അഷ്ടിപിഷ്ടി ഊർന്നിറങ്ങാൻ മാത്രം വായുവട്ടമുള്ള അകത്ത് ഇത്തിരി വിശാലതയും ഇരുട്ടുമുള്ള ഹിറാ ഗുഹയിൽ വെച്ചായിരുന്നു. അന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയാകുന്ന ഗുരുനാഥൻ അവിടെ ഏകാന്തപതികനായിരിക്കുന്ന പഠിതാവിന്റെ അടുക്കൽ വന്ന് അദ്ദേഹത്തോട് വായിക്കാൻ ആവശ്യപ്പെട്ടു. വായന അറിയാത്ത പഠിതാവ് പറഞ്ഞു, എനിക്ക് വായിക്കാൻ അറിയില്ല, മാ അനബി ഖാരിൻ, ഞാൻ വായന അറിയുന്നവനല്ല, അക്ഷരജ്ഞാനമില്ലാത്തവനാണ്. വീണ്ടും ആവർത്തിച്ച് വായിക്കാൻ ആവശ്യപ്പെട്ടപ്പോഴും ഇതേ മറുപടി തന്നെയാണ് ഈ പഠിതാവ് പറഞ്ഞത്. ഒടുവിൽ ഗുരുനാഥൻ ഈ പഠിതാവിനെ ചേർത്ത് പിടിച്ച് അണച്ചു കൂട്ടി പൂട്ടി അമർത്തി ഞെക്കിവിട്ടു. അപ്പോൾ ഈ പഠിതാവ് പറഞ്ഞു, വായിച്ചു തരിൻ എന്ന്. അപ്പോൾ ഗുരുനാഥൻ വായിച്ചു കൊടുത്തു. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്റം അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. വായിക്കുക നിന്റെ നാഥന്റെ നാമത്തിൽ. അവൻ മനുഷ്യനെ രക്തപിണ്ഡത്തിന് സൃഷ്ടിച്ചവനാണ്. വായിക്കുക നിന്റെ നാഥന്റെ നാമത്തിൽ, അവൻ അത്യുദാരനാണ്. അവൻ മനുഷ്യനെ എഴുതാൻ പഠിപ്പിച്ചു പേന കൊണ്ട്. അവൻ മനുഷ്യനെ അറിയാത്തതെല്ലാം പഠിപ്പിച്ചു. ഇത്രയും സൂക്തങ്ങൾ, വിശുദ്ധ ഖുർആനിലെ ആദ്യ വചനങ്ങൾ ഈ ഗുരുനാഥൻ തന്റെ പഠിതാവിനെ പഠിപ്പിച്ചു. അത് നടന്നത് റമദാനിലെ ഒരു ഒറ്റയിട്ട രാവിലാണ്. അങ്ങനെ വിശുദ്ധ ഖുർആന്റെ ആദ്യ അവതരണം മണ്ണിൽ സംഭവിച്ചു. ആ അവതരണത്തെ മുൻനിർത്തിക്കൊണ്ട്, വിശുദ്ധ ഖുർആനിന്റെ മണ്ണിലേക്കുള്ള ഈ ആഗമനത്തെ മുൻനിർത്തിക്കൊണ്ട്, മഹാനായ പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രവാചകനായി നിയോഗിച്ച ഈ സംഭവത്തെ മുൻനിർത്തിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ ദാസന്മാരോട് വിശുദ്ധ റമദാനിൽ വ്രതമനുഷ്ഠിക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് വ്രതാനുഷ്ഠാനം, നിർബന്ധ വ്രതാനുഷ്ഠാനം ഭൂമുഖത്ത് നിയമമായിട്ട് വരുന്നത്. സൂറ അൽ ബഖറയിൽ 185 വചനം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സന്ദർഭത്തെ അനുസ്മരിച്ചുകൊണ്ട് പറയുന്നു, ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ഈ റമളാൻ മാസത്തിലാണ് വിശുദ്ധ ഖുർആൻ അവതീർണമായത്. ഹുദൻ ലിന്നാസ് വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. അത് മനുഷ്യർക്കുള്ള മാർഗദർശനമായിരുന്നു. ഹിദായത്ത്, മാർഗദർശനമായിരുന്നു അത്. ഹുദൻ ലിന്നാസ്, മുഴുവൻ മനുഷ്യർക്കുമുള്ള മാർഗദർശനം. വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ, മാർഗദർശനം എന്ത്, എങ്ങനെ എന്നതിന്റെ വളരെ കൃത്യമായ ബയാൻ, വിശദീകരണമായിരുന്നു അത്. വളരെ വ്യക്തമായി മാർഗദർശനം സ്വീകരിച്ച മനുഷ്യൻ, വ്യക്തി, സമൂഹം, കുടുംബം, രാഷ്ട്രം, സംവിധാനം എങ്ങനെ മുന്നോട്ട് പോകണം എന്ന വിശദീകരണം അതിലുണ്ടായിരുന്നു. വൽ ഫുർഖാൻ, അതിന്റെ കൂടെ സത്യവും അസത്യവും വേർതിരിക്കുന്ന മാനദണ്ഡവും ഉണ്ടായിരുന്നു അതിൽ. സത്യാസത്യ വിവേചനം. അങ്ങനെ സത്യാസത്യ വിവേചനമായിക്കൊണ്ടും മാർഗദർശനമായിക്കൊണ്ടും ആ മാർഗദർശനത്തിന്റെ മുഴുവൻ വിശദാംശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടും വിശുദ്ധ ഖുർആൻ മണ്ണിൽ അവതീർണമായത് ഈ റമളാൻ മാസത്തിലാണ്. ഫമൻ ഷഹീദ മിൻകുമുശ് ശഹ്റ ഫല്യസും. അതുകൊണ്ട് ആ മാസത്തിൽ ജീവിച്ചിരിക്കുന്നവർ, നിങ്ങളിലുള്ളവർ നോമ്പെടുക്കട്ടെ എന്നാണ്. ജീവിച്ചിരിക്കുന്നവർ നോമ്പെടുക്കട്ടെ. അങ്ങനെ വിശുദ്ധ റമളാനിൽ വ്രതാനുഷ്ഠാനം നിർബന്ധമായത് ഈ സംഭവത്തെ അനുസ്മരിച്ചുകൊണ്ടാണ്. വിശുദ്ധ ഖുർആൻ അവതീർണമായതിനെ അനുസ്മരിച്ചുകൊണ്ട്, ഭൂമുഖത്ത് മാർഗദർശനം വന്നു കിട്ടിയതിനെ അനുസ്മരിച്ചുകൊണ്ട്, ആ മാർഗദർശനത്തിന്റെ വിശദീകരണം 23 കൊല്ലക്കാലം കൊണ്ട് കണ്ടശയായിട്ട് പിന്നീട് അവതീർണമായി. ഈ ഗുരുനാഥനും പഠിതാവും പലപ്പോഴായി കണ്ടുമുട്ടി. അതിങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരുന്നു. ആ ആവർത്തനത്തിൽ റമളാനിൽ സവിശേഷമായ ഒത്തുകൂടലുണ്ടായും ചരിത്രം. ഈ ഗുരുനാഥനും പഠിതാവും സവിശേഷമായി ഒത്തുകൂടും റമളാനിൽ. വിശുദ്ധ ഖുർആനിന്റെ അതുവരെ ഇറങ്ങിയ ഭാഗം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമക്ക്
റസൂലുള്ളാഹി ഓതി കേൾപ്പിക്കും. റമളാനിലെ അവസാനത്തെ 10 ഈ ദൗറ നടക്കും. അഥവാ തുടക്കം മുതൽ ആ സമയം വരെ വിശുദ്ധ ഖുർആൻ അവതീർണമായതിന്റെ ഭാഗമായി വന്ന ആയത്തുകൾ, സൂറകൾ, അത് ഏത് ആയ, ഏത് സൂറ എന്ന ക്രമത്തിൽ, ഓരോ സൂറയും ഏത് റുക്കൂയിൽ, ഏത് ജുസിൽ എന്നിങ്ങനെ അതിന്റെ ക്രമമനുസരിച്ച് അത്രയും ഭാഗം ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് തിരുനബി ഓതി കൊടുക്കും. അങ്ങനെ എല്ലാ റമളാനിലും ഹബീബും ജിബ്രീലും ഒത്തുകൂടും അലൈഹിമ അസ്സലാം. രണ്ടുപേരും ഒത്തുകൂടിയിട്ട് ഈ പാഠം ശരിയായി പരിശോധിക്കപ്പെടും. തിരുനബിയുടെ വഫാത്തിന് തൊട്ടുമുമ്പുള്ള റമളാനിൽ 2 തവണ തുടക്കം മുതൽ ഒടുക്കം വരെ ഖുർആന്റെ ഈ ദൗറ നടന്നു എന്നാണ്. അപ്പൊ വിശുദ്ധ ഖുർആനും റമളാൻ മാസവും, വിശുദ്ധ ഖുർആനും വ്രതാനുഷ്ഠാനവും, വിശുദ്ധ ഖുർആന്റെ അവതരണവും, നുബുവത്തിന്റെ തുടക്കവും, അങ്ങനെ തുടങ്ങിയ ഒരുപാട് സംഭവങ്ങളെ, വലിയ ഈ യാഥാർത്ഥ്യങ്ങളെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരികയാണ് റമളാൻ. അതാണ് റമളാനുമായി ബന്ധപ്പെട്ട ഖുർആനിന്റെ ബന്ധം. അതാണ് റമളാൻ മാസം വ്രതാനുഷ്ഠാനം നിർബന്ധമാക്കാനുള്ള കാരണം. അതുകൊണ്ട് ആ പവിത്രമായ നാളിൽ, സവിശേഷമായ അനുഗ്രഹീതമായ നാളിൽ ഇറങ്ങിത്തുടങ്ങിയ ഈ ഗ്രന്ഥം, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ മുബാറക, 2 രീതിയിൽ ഖുർആൻ വിശദീകരിക്കുന്നു. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ മുബാറക, അനുഗ്രഹീതമായ രാത്രിയിലാണ് നാം ഖുർആനിനെ അവതരിപ്പിച്ചത്. അഥവാ റമളാനിലെ അവസാനത്തെ ഒറ്റയിട്ട ഒരു രാവിൽ. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ, ആ ഒറ്റയിട്ട രാവാണ് ലൈലത്തുൽ ഖദ്ർ, വിധി നിർണയ രാവ്. ആ വിധി നിർണയ രാവിലാണ് നാം ഖുർആൻ അവതരിപ്പിച്ചത്. അത് റമളാനിലെ അവസാനത്തെ 10 ഒറ്റയിട്ട രാവിലാണ്. അങ്ങനെ അവതീർണമായ ഖുർആൻ നമുക്ക് വന്നു കിട്ടിയതിന്റെ വാർഷിക അനുസ്മരണമാണ് റമളാൻ. റമളാനിന്റെ പ്രാധാന്യം അതാണ്. അതുകൊണ്ടാണ് റമളാനിൽ വ്രതാനുഷ്ഠാനം നിർബന്ധമായത്. അപ്പൊ റമളാനിൽ വ്രതാനുഷ്ഠാനം നിർബന്ധമായതും റമളാനും ഖുർആനുള്ള ബന്ധവും എല്ലാം ഒരുപോലെ നമ്മെ പഠിപ്പിക്കുന്ന ഒരു സംഭവമാണ്. 1300 കൊല്ലങ്ങൾക്ക് മുമ്പ് നടന്ന ഈ സംഭവം, അതിന്റെ തുടർച്ചയാണ് 23 കൊല്ലക്കാലമായി മണ്ണിൽ നടന്നുകൊണ്ടിരുന്നത്. അതിൽ ഓരോ റമളാനിലും ഇതിന്റെ സവിശേഷമായ പാരായണ പരിശോധന, സംശോധന നടന്നിരുന്നു. അവസാനത്തെ റമളാനിൽ തിരുനബിയുടെ വഫാത്തിന് മുമ്പായി അത് വളരെ കൃത്യമായി 2 ആവർത്തി സംഭവിച്ചു എന്നാണ്. സഹോദരങ്ങളെ, ആ ലൈലത്തുൽ ഖദ്റിന്റെ വിധി നിർണയ രാവിൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമ അന്ന് മണ്ണിൽ ഇറങ്ങി വന്നത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ വഹി നൽകാൻ വിശുദ്ധ ഖുർആന്റെ ആദ്യ സൂക്തികളുമായിട്ടായിരുന്നു എങ്കിൽ, പിന്നീട് റമളാനിൽ തിരുനബിയുമായി സംഗമിക്കാൻ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമ പതിവായി വരാറുണ്ടായിരുന്നു എങ്കിൽ, തിരുനബിയുടെ വഫാത്തിന് ശേഷവും ആ വരവ് നിന്നുപോയില്ല. അതിപ്പോഴും വർഷാവർഷം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ, ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ, തനസ്സലുൽ മലായികതു വറൂഹു ഫീഹാ ബിഇസ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ. വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു, ആ രാത്രിയിൽ തനസ്സലുൽ മലായികതു വറൂഹു, അർ-റൂഹ്, റൂഹുൽ അമീൻ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയും സഹപ്രവർത്തകരായ മലക്കുകളും മണ്ണിലേക്ക് ഇറങ്ങി വരും. ഇപ്പോഴും ഈ റമളാനിലെ അവസാനത്തെ ഒറ്റയിട്ട രാവിൽ അത് സംഭവിക്കും. ലൈലത്തുൽ ഖദ്റായി വരാൻ സാധ്യതയുള്ള രാവിൽ തനസ്സലുൽ മലായികത്തു വറൂഹു ഫീഹാ ബിഇസ്നി റബ്ബിഹിം, തന്റെ നാഥന്റെ അനുമതിയോടുകൂടി ഹബീബ് വഫാത്തായി. പക്ഷേ ഈ വരവ് നിന്നു പോയിട്ടില്ല. ഓരോ വർഷവും സംഭവിക്കുകയാണ്. ഈ റമളാനിൽ സംഭവിക്കും. എന്തുമായിട്ടാണ് ഈ വരുന്നത്? തനസ്സലുൽ മലായികത്തു വറൂഹു ഫീഹാ ബിഇസ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ. ഒരു വർഷത്തേക്ക് മണ്ണിൽ നടക്കേണ്ട എല്ലാ കാര്യങ്ങളുടെ തീരുമാനവുമായിട്ടാണ് വരുന്നത്. അടുത്ത ഒരു വർഷം ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന വ്യക്തി എന്ന നിലക്ക്, നമ്മുടെ കുടുംബ നിലക്ക്, നമ്മുടെ കുടുംബത്തിൽ, സമുദായ നിലക്ക് മുസ്ലിം സമുദായത്തിന്റെ കാര്യത്തിൽ, സമൂഹ നിലക്ക് നമ്മുടെ രാജ്യത്തും ലോകത്തും എന്തെല്ലാം സംഭവിക്കും, എന്തെല്ലാം സംഭവിക്കണം എന്നതുമായി ബന്ധപ്പെട്ട കൃത്യമായ തീരുമാനവുമായി മണ്ണിലേക്ക് മലക്കൾ ഇറങ്ങി വരുന്ന ഏറെ സവിശേഷമായ നാളാണത് എന്ന് വളരെ കൃത്യതയോടുകൂടി ഇസ്ലാം പഠിപ്പിക്കുന്നു. അപ്പോ ഏറെ ഗൗരവമുള്ള ആ സംഭവം ഇന്നും ആവർത്തിക്കുന്നു. അന്നത് വന്നത് തിരുനബിയെ ഈ വഹി നൽകിക്കൊണ്ട് പ്രവാചകനായി നിയോഗിച്ച് ഖുർആനിന്റെ ആദ്യ സൂക്തികൾ നൽകാനായിരുന്നു. പിന്നീട് വന്നതോ, പിന്നീട് ഓരോ ഘട്ടത്തിലും അല്ലാഹുവിന്റെ വഹിയുമായി ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മണ്ണിൽ ഇറങ്ങി വന്നു. റമദാനിൽ സവിശേഷമായി തിരുനബിയുടെ കൂടെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമ ഉണ്ടായിരുന്നു. അങ്ങനെ തിരുനബി അതുവരെ കിട്ടിയ സൂറകൾ വളരെ കൃത്യമായി ജിബ്രീലിനെ ഓതി കേൾപ്പിക്കുമായിരുന്നു. അത് അദ്ദേഹം ശരിവെക്കുകയും ചെയ്യും. എവിടെയും ഒരു പാളിച്ചയുമില്ല, എവിടെ ഒരു കുറവുമില്ല. എല്ലാം അതിന്റെ കൃത്യതയിൽ തന്നെ. ആ ലൗഹുൻ മഖ്ഫൂദിൽ നിന്ന്, അള്ളാഹുവിന്റെ അടുക്കലുള്ള രേഖയിൽ നിന്ന് ഭൂമിയിലേക്ക് വളരെ പവിത്രമായി വലിയ സുരക്ഷയോടുകൂടി ഇറക്കിക്കൊണ്ടുവന്ന ഈ ഗ്രന്ഥത്തിലെ വരികൾ അത് തിരുനബിയുടെ ഹൃദയത്തിലുള്ള കൃത്യമായിട്ട് തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നു.
അത് അദ്ദേഹം മനഃപ്പാടമായി ഓതി കേൾപ്പിക്കുന്നു. അദ്ദേഹം പഠിതാക്കളെ കേൾപ്പിക്കുന്നു. അദ്ദേഹത്തിന്റെ പഠിതാക്കൾ ഒരു കൂട്ടർ അത് തുകലിലും എല്ലിലും കല്ലിലും രേഖപ്പെടുത്തി വെക്കുന്നു. അതിലെവിടെയും ഒരു പാളിച്ചയും വന്നിട്ടില്ല എന്ന് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വർഷാവർഷം ഉറപ്പുവരുത്തുന്നു. തിരുനബിയുടെ വഫാത്തിന് മുമ്പ് 2 തവണ റമദാൻ ഉറപ്പുവരുത്തുകയും ചെയ്തിരിക്കുന്നു. അങ്ങനെയുള്ള ആ സംഭവം കഴിഞ്ഞ് തിരുനബിയുടെ വഫാത്തിന് ശേഷവും എല്ലാ റമദാനിലെയും ഒറ്റയിട്ട രാവിൽ, ലൈലത്തുൽ ഖദ്റിന്റെ രാവിൽ അള്ളാഹുവിന്റെ മലായികകൾ ഇറങ്ങി വരും. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ആ നേതൃത്വം വഹിച്ചുകൊണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് ഇങ്ങനെ വായിക്കാം: ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ മുബാറക, അനുഗ്രഹീതമായ രാവിലാണ് നാം അത് അവതരിപ്പിച്ചത്. സൂറ അൽ ഹദീദ്, സൂറ അദ്ദുഹാൻ. ഇന്നാ കുന്നാ മുൻദിരീൻ, നാം ജനങ്ങൾക്ക് വളരെ കൃത്യമായ മുന്നറിയിപ്പ് നൽകാൻ ആഗ്രഹിക്കുന്നു. അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കൃത്യതയുള്ള വർത്തമാനം അറിയിക്കാൻ ആഗ്രഹിച്ചത് കൊണ്ടാണ് ഇത് ഇറക്കി തുടങ്ങിയത്. ഫീഹാ യുഫ്റഖു കുല്ലു അംറിൻ ഹക്കീം, എല്ലാ കാര്യങ്ങളും യുക്തിബന്ധുരമായ തീരുമാനങ്ങൾ, കൽപ്പനകൾ ആ ദിവസം ഇറങ്ങി വരും. എല്ലാ കാര്യങ്ങളും വളരെ യുക്തിബന്ധുരമായ തീരുമാനം, കൽപ്പന അന്നുണ്ടാകും. ആ കൽപ്പനയുമായിട്ടാണ് മലായികത്തുകൾ ഭൂമിയിലേക്ക് ഇറങ്ങുന്നത്. റൂഹുൽ അമീൻ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമാണ് നേതൃത്വം കൊടുക്കുന്നത്. അന്നേ ദിവസം ആ മലക്കുടെ വരവിനെ കുറിച്ച് ഹദീസിൽ റസൂലുള്ളാഹി പറഞ്ഞ വർത്തമാനം ഇങ്ങനെയാണ്: ഇന്നൽ മലായികത തിൽക്കൽ ലൈല ഫിൽ അർള്, അന്ന് ഭൂമിയിൽ ആ രാത്രിയിൽ മലക്കുകളുടെ എണ്ണം അക്സറു മിൻ അദദിൽ ഹസ്സ, മണ്ണിലെ ചെരൽക്കല്ലുകളെക്കാൾ കൂടുതലായിരിക്കുമെന്നാണ്. ഭൂമിയിലെ ചെരൽക്കല്ലുകളുടെ എണ്ണം നമുക്ക് എത്രയായിരിക്കും സങ്കല്പിക്കാൻ കഴിയുമോ? അതുപോലെ കൂട്ടമായിട്ട് മലക്കൾ ഇറങ്ങി വരുമെന്ന്. ഇത് സംഭവിക്കുന്ന റമദാനിലെ അവസാനത്തെ 10 ഒറ്റയിട്ട രാവിലാണെന്ന്. അതിൽ കൃത്യമായ തീരുമാനവുമായിട്ടാണ് വരുന്നത്. ഇപ്പോഴും സംഭവിക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് ഈ പറയുന്നത്. നേരത്തെ പറഞ്ഞത് അന്ന് സംഭവിച്ച കാര്യമാണ്. വിശുദ്ധ ഖുർആന്റെ ആദ്യ അവതരണവുമായി ബന്ധപ്പെട്ട കാര്യം, പിന്നീട് തുടർച്ചയായി ഹബീബ് ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ റമദാനിൽ സംഭവിച്ച കാര്യം. എന്നാൽ അന്നും ഇന്നും ഇപ്പോഴും ഇനിയും ഈ അവസാനത്തെ 10 ഒരു നാളിൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമ കണക്കറ്റ മലായികത്തുകളുടെ അകമ്പടിയോടെ മണ്ണിലേക്ക് ഇറങ്ങി വരും. കൊണ്ടുവരുന്നത് വിശുദ്ധ ഖുർആന്റെ വചനങ്ങളല്ല, അത് നേരത്തെ കഴിഞ്ഞുപോയി. വഹി നിലച്ചു. കൊണ്ടുവരുന്ന തീരുമാനങ്ങളാണ്. എന്റെയും നിങ്ങളുടെയും കാര്യത്തിലെ തീരുമാനം. അടുത്ത ഒരു വർഷം നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുമെന്ന്, അടുത്ത ഒരു റമദാനിൽ നമ്മൾ എത്ര പേരുണ്ടാകുമെന്ന്, എത്ര പേരുണ്ടാവുകയില്ലെന്ന്. മുസ്ലിം സമുദായം ചവിട്ടി നിൽക്കുന്ന പ്രതലത്തിന് ചൂട് കൂടിയ സമയമാണിപ്പോൾ ഇന്ത്യൻ അവസ്ഥയിൽ. അടുത്ത ഒരു വർഷത്തേക്ക് എന്തെല്ലാം സംഭവിക്കുമെന്ന്, കഴിഞ്ഞ ഒരു വർഷം നടന്ന കാര്യങ്ങളെ കുറിച്ച് നമുക്ക് നല്ല ബോധ്യമുണ്ട്. അതിനപ്പുറത്തേക്കും അടുത്ത ഒരു വർഷം നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ജീവിതത്തിൽ, ഈ സമുദായത്തിന്റെ കാര്യത്തിൽ, ഈ രാജ്യത്ത്, ലോകത്ത് എന്തെല്ലാം സംഭവങ്ങൾ ഉണ്ടാകുമോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ കൃത്യമായിട്ട് ഭൂമിയിലേക്ക് ഇറക്കിക്കൊണ്ടുവരും. അത് ഏൽപ്പിക്കപ്പെട്ട മലക്കൾ അത് ചുമതല നിർവഹിക്കും. അതിവിടെ സംഭവിക്കുന്ന കാര്യങ്ങൾ സംഭവിക്കുക തന്നെ ചെയ്യും. അപ്പൊ അത്രയും കൃത്യമായി നമ്മുടെ ജീവിതവുമായി നേർക്കുനേരെ ബന്ധപ്പെടുന്ന ഒരു സംഭവം നടക്കുന്നു ഈ റമദാനിൽ. റമദാൻ അത്രമേൽ നമുക്ക് പ്രാധാന്യമുള്ള സംഗതിയാണ്. റമദാനും നാമും തമ്മിൽ അത്രമേൽ ബന്ധമുണ്ട്. അതിങ്ങനെ കാലചക്രം കറങ്ങി ഒരു മാസം റമദാൻ വന്നേക്കും, അതങ്ങ് സംഭവിക്കും എന്ന ഒരു മട്ടിലിരിക്കുന്ന അവസ്ഥ മാറിയിട്ട് എന്റെയും നിങ്ങളുടെയും ജീവിതവുമായി ബന്ധപ്പെട്ടു, നമ്മളാകുന്ന സമുദായത്തിന്റെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട്, നമ്മുടെ മുന്നോട്ടുള്ള പ്രയാണവുമായി ബന്ധപ്പെട്ട്, ഈ രാജ്യവുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യത്തിലും തീരുമാനം വരികയാണ് ഈ ദിവസം. അതുകൊണ്ട് നമ്മളുമായിട്ട് ഏറെ ബന്ധമുള്ള ദിനങ്ങളാണ്. നമുക്ക് ഈ റമദാനുമായി അത്രമേൽ ആത്മബന്ധമുണ്ട്. നമ്മൾ ഈ റമദാനും തമ്മിലുള്ളത് ഒരു അകന്ന ബന്ധമല്ല, വളരെ അടുത്ത ബന്ധമാണ്. അതുകൊണ്ട് ഈ വിശുദ്ധ റമദാൻ മാസം ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നു, ആ ദിവസത്തെ അനുസ്മരിച്ചും ആ സംഭവത്തെ മുൻനിർത്തിയും ഈ വലിയ സംഗതിയെ നമ്മുടെ മനസ്സിലേക്ക് പച്ചയായി ഓർമ്മയിൽ കൊണ്ടുവരാനും വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ അവതരിച്ചു തുടങ്ങിയ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മണ്ണിലേക്ക് ഇറങ്ങി വന്ന ആ ഒറ്റയിട്ട സവിശേഷമായ ആവുണ്ടല്ലോ, അതിനെ തന്നെ ഇതിനായി തെരഞ്ഞെടുത്തിരിക്കുന്നു. നിങ്ങളുടെ കാര്യത്തിലെ തീരുമാനങ്ങൾ മണ്ണിലേക്ക് കൊണ്ടുവരാനുള്ള ദിവസവും അത് തന്നെയാണ്. ഇത് രണ്ടും തമ്മിൽ വലിയ ബന്ധമുണ്ട്. അതുകൊണ്ട് ഈ റമദാൻ നമുക്ക് അത്രമേൽ പ്രാധാന്യമുള്ള ഒന്നാണ്. ഒരു വിശ്വാസിക്ക് റമദാൻ അത്രമേൽ പ്രാധാന്യമുള്ള ഒന്നാണ്. റമദാൻ മാസത്തിൽ മറ്റു പല വേദങ്ങൾ ഇറങ്ങിയിട്ടുണ്ടെന്ന ഹദീസിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. മറ്റു പല നിർദ്ദേശങ്ങളും വേദങ്ങളും ഇങ്ങനെ റമദാൻ തന്നെയാണ് ഇറങ്ങിയിരുന്നത്. പക്ഷേ ഇത് അവസാനത്തെ വേദമാണ്. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി നമ്മുടെ മുമ്പിൽ അതിന്റെ നേതൃത്വമായി പ്രവാചകനെ എഴുന്നേറ്റുന്നത്. ആ വ്യക്തിയും ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയും തമ്മിൽ സംഗമിച്ച സംഗമമാണ് ലൈലത്തുൽ ഖദ്റിന്റെ രാവ്. ആ രാവിൽ ഇപ്പോഴും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ റമദാനുമായി ബന്ധപ്പെട്ട് വിശ്വാസിക്ക് അത്രമേൽ ബന്ധമുണ്ട് എന്നും ആ ബന്ധം അവന്റെ ജീവിതത്തെ വല്ലാതെ സ്വാധീനിക്കേണ്ടതുണ്ട് എന്നും നമ്മൾ മനസ്സിലാക്കുന്നിടത്താണ് റമദാനിന്റെ ഗൗരവം നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുക. അല്ലാത്ത മട്ടിൽ ആവർത്തനം കൊണ്ട്, പതിവ് കൊണ്ടും ആവർത്തനം കൊണ്ടും ഗൗരവം നഷ്ടപ്പെട്ടു പോയ ആരാധനകളായിട്ട് റമദാൻ മാറിപ്പോകും. അങ്ങനെയാണ്, അതിങ്ങനെ സംഭവിക്കാറുണ്ട്.
ഒരു 11 മാസക്കാലം കഴിഞ്ഞ 1 മാസം റമദാൻ. അപ്പൊ നമുക്ക് ഇത്തിരി പ്രയാസമൊക്കെ ഉണ്ടാകും. സാധാരണ ലൈഫ് സ്റ്റൈൽ നടക്കൂല, കുറെ മാറ്റങ്ങളൊക്കെ വരുത്തേണ്ടി വരും. അപ്പൊ 1 മാസക്കാലം ഇങ്ങനെ തട്ടിമുട്ടി നീങ്ങും. അപ്പൊ നമ്മുടെ ബിസിനസ് നടക്കൂല, മറ്റു കാര്യങ്ങൾ നടക്കൂല, അന്ന് വേറൊന്നും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെയുള്ള ഈ പറ്റായികയെക്കുറിച്ചും ഇല്ലായികയെക്കുറിച്ചും മാത്രം സംസാരിക്കുന്ന മാനസികാവസ്ഥ ഉണ്ടായി പോകുന്നത് ഇതിന്റെ ഗൗരവം അറിയാതെ പോയത് കൊണ്ടാണ്. ആ ഗൗരവത്തെ അറിയുന്ന ആളുകൾ ഇത് കൊതിയോടെ കാത്തിരിക്കുന്ന സലഫുസ് സാലിഹ്യങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവർ 2 റമദാനുകൾക്കിടയിൽ ജീവിച്ചവരായിരുന്നു. 2 റമദാനുകൾക്കിടയിൽ ജീവിക്കുക അതൊരു വല്ലാത്ത കാഴ്ചപ്പാടാ. ഒരു റമദാൻ മാസം നോമ്പെടുത്തു കഴിഞ്ഞാൽ അവർ പിന്നീട് 6 മാസക്കാലം അള്ളാഹുവിനോട് ഇങ്ങനെ പ്രാർത്ഥിക്കുമത്രേ, പടച്ചവനെ കഴിഞ്ഞ റമദാനിൽ ഞങ്ങൾ ചെയ്ത കർമ്മങ്ങൾ നീ സ്വീകരിക്കണമേ എന്ന്. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു പ്രാർത്ഥന ഉണ്ടാവാറുണ്ടോ? കഴിഞ്ഞ റമദാനിൽ നാം അനുഷ്ഠിച്ച കർമ്മങ്ങൾ സ്വീകരിക്കണം വല്ലപ്പോഴും നമ്മൾ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന വേളയിൽ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? അങ്ങനെ ഒരു ശീലത്തിലേക്ക് നമ്മുടെ മനസ്സ് വരാതെ പോയത് ഏറെ ഗുരുതരമല്ലേ എന്ന് വിനയപൂർവ്വം ചിന്തിക്കുക. അപ്പൊ ഒരു റമദാൻ മാസം വ്രതാനുഷ്ഠാനം ഭംഗിയായി പരമാവധി ഭംഗിയായി നിർവഹിച്ച ആ ആളുകൾ അവരടുത്ത 6 മാസക്കാലം പ്രാർത്ഥനയിലായിരിക്കും. പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന എല്ലാ വേളയിലും പടച്ചവനെ ഞങ്ങൾ ചെയ്ത കർമ്മങ്ങൾ നീ സ്വീകരിക്കണമേ എന്ന്. പിന്നെ ഒരു 5 മാസക്കാലം, അടുത്ത റമദാൻ മുമ്പ് 5 മാസക്കാലം, 11 മാസമാണ് അതിനിടവേള ഉണ്ടാവുക. അടുത്ത 5 മാസക്കാലം അവരിങ്ങനെ പ്രാർത്ഥിക്കും, അല്ലാഹുമ്മ ബല്ലിഗ്നാ റമദാൻ, പടച്ചവനെ റമദാനിൽ ജീവിക്കാൻ അവസരം തരണമേ എന്ന്. നമ്മളിങ്ങനെ എന്തോ അങ്ങ് ആയിപ്പോകുന്ന റമദാനിലേക്ക്. നമ്മളാരെങ്കിലും കരുതി റമദാനിലേക്ക് നടന്നെടുത്തിട്ടുണ്ടോ? നമ്മളാരെങ്കിലും ബോധപൂർവ്വം അടിവെച്ച് റമദാനെ പ്രതീക്ഷ മുന്നോട്ട് വന്നുവോ? റമദാൻ അങ്ങനെ വന്നു സംഭവിക്കുമ്പോൾ റമദാന്റെ ആദ്യ നോമ്പിൽ നമ്മൾ നോമ്പിലാകുന്നു. പിന്നീട് അങ്ങനെ ഉച്ചക്ക് പള്ളിയിലേക്ക് പോകുന്നു, പിന്നെ അങ്ങനെ ജമാഅത്ത് നമസ്കാരം ശീലമാകുന്നു, തറാവീനും പോകുന്നു, അതിനിടയ്ക്ക് സൗകര്യപ്പെട്ടാൽ അങ്ങനെയൊക്കെ നടക്കുന്നതിനപ്പുറത്ത് റമദാനിൽ ജീവിക്കാൻ വിധി കൂട്ടണേ എന്ന് പ്രാർത്ഥിക്കുന്ന മാനസികാവസ്ഥയിൽ നമ്മൾ എത്ര പേരുണ്ടായി എന്ന് ഈ റമദാൻ നമ്മോട് ചോദിക്കുകയാണ്. മുൻഗാമികൾ അങ്ങനെയായിരുന്നു. അങ്ങനെയാണ് ആ പ്രാർത്ഥന വന്നത്. അല്ലാഹുമ്മ ബാരിക്നാ ഫീ ശഅബാൻ വബല്ലിഗ്നാ റമദാൻ എന്ന പ്രാർത്ഥന ഹദീസിൽ വന്ന പ്രാർത്ഥനയല്ല, മറിച്ച് സലഫുസ് സാലിഹ്യങ്ങൾ റമദാനിന്റെ മഹത്വം അറിഞ്ഞുകൊണ്ട് അവിടെ മനസ്സിലെ തേട്ടം പ്രാർത്ഥനയായി പറയുകയും സദസ്സത് ഏറ്റുപിടിക്കുകയും ചെയ്തപ്പോൾ ആ മുൻഗാമികളുടെ പ്രാർത്ഥന പിൻഗാമികൾക്ക് ശീലമായതാണ്. അല്ലാഹുമ്മ ബാരിക്നാ ഫീ ശഅബാൻ, അല്ലാഹുവേ ശഅബാനിൽ ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ, വബല്ലിഗ്നാ റമദാൻ, റമദാനിൽ ജീവിക്കാൻ വിധി കൂട്ടണമേ എന്ന്. അപ്പോ 2 റമദാനുകൾ ജീവിതം കണക്കുകൂട്ടി ജീവിച്ചവരാ അവർ. അങ്ങനെ ഒരു രീതിയിലേക്ക് വിശ്വാസികൾ മാറുന്ന കാലത്താണ് റമദാൻ ഗൗരവമുള്ള ഒന്നായിട്ട് മാറുക. അല്ലെങ്കിൽ അസ്ക്യതയുടെ കാലമാണ്. ചിലർക്കൊക്കെ അത് വലിയ പ്രയാസത്തിന്റെ കാല. റമദാനിനെ കുറിച്ച് അവർ പറയുന്ന വർത്തമാനം കേട്ടാൽ ഈ അസ്ക്യത ബോധ്യമാകും. നിഫാക്ക് മനസ്സിൽ കടന്ന് കളിക്കുന്നത് കൊണ്ട് ഈ അസ്ക്യത ഇങ്ങനെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കും. കാപ്പട്യം മനസ്സിനകത്ത് ഒളിപ്പിച്ച് വെച്ചവർക്ക് പവിത്രമായ അല്ലാഹുവിന്റെ ഔദാര്യത്തിന്റെ മാസത്തെ അല്ലാഹുവിനെ സ്തുതിച്ചുകൊണ്ട് പറയാൻ കഴിയില്ല. അങ്ങനെ ഒരു വിഷയമുണ്ട്. നമുക്ക് പഠിക്കാൻ വേണ്ടി മാത്രം മുൻഗാമികൾ എഴുതി വെച്ച വർത്തമാനം പറയുകയാണ്. കാപ്പട്യം മനസ്സിൽ ഒളിപ്പിച്ചവന് ഈ റമദാൻ വലിയ പ്രയാസകരമായ ഒന്നായിരിക്കും. എന്നാൽ തഖ്വാബോധത്താൽ തനിക്ക് ലഭ്യമാകുന്ന അവസരം എന്റെ ജീവിതത്തിൽ അവസാന അവസരമാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുന്നവൻ ഏറെ ആഹ്ലാദഭരിതനായിരിക്കും. റമദാൻ വന്നു കിട്ടുന്നതിൽ അവൻ അതിനുവേണ്ടി മനസ്സാ ഒരുങ്ങും. നമ്മളിപ്പോൾ യാന്ത്രികമായി വീടൊരുക്കാറുണ്ട്, പക്ഷേ ബോധപൂർവം മനസ്സൊരുക്കിയിട്ടില്ല. ബോധപൂർവം മനസ്സൊരുക്കുന്നതാണ് ഇസ്ലാമിൽ പ്രാധാന്യം. വീടൊരിക്കൽ ഒരു ചടങ്ങായിട്ട് നടക്കട്ടെ, പക്ഷെ അതിനേക്കാൾ പ്രാധാന്യം മനസ്സൊരുങ്ങലാണ്. നമ്മുടെ മനസ്സും കണ്ണും കാതും റമദാനിന് വേണ്ടി ഒരുക്കപ്പെടുക. അങ്ങനെ കുളിർമയുള്ള കൺകുളിർമയുടെ ആ മാസത്തെ നമുക്ക് ഹൃദയത്തിന് സന്തോഷം നൽകുന്ന ഒന്നാക്കി മാറ്റുക. കാരണം ഓരോ ഇബാദത്തും നമ്മുടെ ജീവിതത്തിലെ അവസാനത്തെ ഇബാദത്താണ്. അടുത്ത ഒരു ഇബാദത്തിന് പങ്കെടുക്കാൻ നമുക്ക് അവസരം കിട്ടിക്കൊള്ളണമെന്നില്ല. 5 നേരം നിസ്കരിക്കുന്ന നമസ്കാരത്തെ കുറിച്ച് പറഞ്ഞെടുത്ത് ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞു, നിങ്ങൾ സാദാ ചെയ്യുന്ന കർമ്മമാണ് 5 നേരത്തെ നമസ്കാരം. പക്ഷെ ഓരോ വക്ത് നമസ്കാരവും സ്വലാത്ത മുവദ്ദിഅൻ, വിടവാങ്ങൽ നമസ്കാരമായിരിക്കണം നിന്റെ. കാരണം അടുത്ത വക്തിൽ നീ നമസ്കാരത്തിന് പള്ളി എത്തണമെന്ന് നിർബന്ധവുമില്ല. ചിലപ്പോൾ നിന്റെ മരണവാർത്തയായിരിക്കും അടുത്ത വക്ത് നമസ്കാരത്തിന് വന്നവർ പങ്കുവെക്കുക. തൊട്ടടുത്ത വക്തിൽ നിന്റെ ജനാസ പള്ളിയിൽ ഹാജരായേക്കാം മയ്യിത്ത് നമസ്കാരത്തിന് വേണ്ടി. അത്രയേ ഉള്ളൂ നിന്റെ ജീവിതം. അതുകൊണ്ട് ദിനേന ആവർത്തിക്കുന്ന 5 നേരത്തെ നമസ്കാരം ആവർത്തനം കൊണ്ട് ഗൗരവം നഷ്ടപ്പെടുന്ന ഒന്നായിട്ട് ഒരു വിശ്വാസിക്ക് തോന്നില്ല. ഓരോ വക്തും ഗൗരവമാണ്. കാരണം അടുത്ത വക്തിൽ നമസ്കാരത്തിന് ഉണ്ടാകുമെന്നൊരു ഗ്യാരണ്ടിയുമില്ല. എങ്കിൽ റമദാൻ എന്നത് സവിശേഷമായ ഒന്നാണ്. വർഷത്തിൽ ഒരിക്കൽ വന്നു കിട്ടുന്ന ഒരു അവസരം. അത് കഴിഞ്ഞ വർഷം ലഭിച്ചവരാണ്. അടുത്ത വർഷത്തെ റമദാൻ വന്നിരിക്കുക നമ്മുടെ മുമ്പിൽ. ഇത് നമ്മുടെ ജീവിതത്തിലെ അവസാനത്തെ റമദാനായിരിക്കും. അങ്ങനെയാവാൻ സാധ്യത വളരെ വളരെ കൂടുതലാണ്. കഴിഞ്ഞ കൊറോണ കാലത്ത് കുറെ പേർ നമ്മൾ വിട്ടുപിരിഞ്ഞു പോയി. നമ്മൾ അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് ജീവിക്കുകയാണ്. നമ്മളിപ്പോഴും മരിച്ചിട്ടില്ല.
അത് നമ്മുടെ ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റിയുടെ കരുത്തുകൊണ്ടല്ല. അത്ര വലിയ പ്രതിരോധ ശേഷിയൊന്നും എനിക്കും നിങ്ങൾക്കും ഇല്ല. 4 ദിവസം നന്നായിട്ട് പനിച്ചാൽ 2 ആഴ്ച കിടക്കുന്നത് എഴുന്നേക്കാൻ വയ്യാത്തവരാണ് നമ്മൾ. രാത്രി ഇത്തിരി അധികം ഉറക്കമിളിച്ചാൽ പിറ്റേന്ന് സുബഹിക്ക് നമ്മെ എഴുന്നേൽപ്പിക്കാൻ ഒരുപാട് പാടുപെടേണ്ടവരാണ് നമ്മൾ. അത്രയൊക്കെ ആരോഗ്യമുള്ളൂ നമ്മുടെ ശരീരത്തിന്. അപ്പോൾ തമ്പുരാന്റെ ഔദാര്യമാണ്, അള്ളാഹുവിന്റെ ഔദാര്യത്താൽ റമളാൻ നമ്മുടെ പടിവാതിൽക്ക് എത്തി നിൽക്കുകയാണ്. അവൻ നമ്മോട് ഈ അനുഗ്രഹം നമുക്ക് അവൻ ചൊരിയുകയാണ്. എന്തിനു വേണ്ടിയാണ് അനുഗ്രഹം? അവൻ നമുക്ക് അവസരങ്ങൾ നൽകുകയാണ്, വീണ്ടും വീണ്ടും അവസരങ്ങൾ. അതിനെക്കുറിച്ച് ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞൊരു ഹദീസ് നമ്മെ കൃത്യമായി ബോധവൽക്കരിക്കും. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശഅബാനിൽ ധാരാളമായി നോമ്പെടുക്കുന്ന കാര്യം സഹാബയെ കിറാമിന്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോ സഹാബത്തിൽപ്പെട്ട ഉസാമ ബിൻ സെയ്ദ് റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, പ്രവാചകരെ, അങ്ങ് ശഅബാനിൽ ധാരാളമായി നോമ്പെടുക്കുന്നുവല്ലോ. അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞു, ആ മാസം ഞാൻ സവിശേഷമായി നോമ്പെടുക്കാനുള്ള കാരണം റജബിന്റെയും റമളാന്റെയും ഇടയിൽ ജനങ്ങൾ അശ്രദ്ധമാക്കി കളയുന്ന ഒരു മാസമാണത്. റജബ് മാസം അശ്ഹുറുൽ ഹുറുമിൽപ്പെട്ട മാസമാണ്. യുദ്ധം നിരോധിക്കപ്പെട്ട പവിത്രമായ 4 മാസങ്ങൾ ഒന്നാണ് റജബ്. അതുകൊണ്ട് റജബിന് അതിൻ്റെതായ പ്രത്യേകതയുണ്ട്. റമളാനാണെങ്കിൽ മാസം മുഴുക്ക നോമ്പെടുക്കുന്ന നിർബന്ധ വ്രതാനുഷ്ഠാനത്തിന്റെ സവിശേഷമായ കാലയളവാണ്. അതിന് അതിൻ്റെതായ ഗൗരവവും മഹത്വവും പ്രാധാന്യവും ഗാംഭീര്യവും ഉണ്ട്. എന്നാൽ ഈ റജബിന്റെയും റമളാന്റെയും ഇടയിൽ ജനങ്ങൾ അശ്രദ്ധമാക്കി കളയുന്ന മാസമാണ് ഷാബാൻ. അതുകൊണ്ട് ഞാൻ ഷാബാനിൽ ധാരാളമായി നോമ്പെടുക്കുന്നു. റസൂലുള്ളാഹി പിന്നെയും പറഞ്ഞു, വഹുവ ഷഹ്റുൻ, അതൊരു മാസമാണ്. തുർഫഉ ഫീഹിൽ അഅ്മാലു ഇലാ റബ്ബിൽ ആലമീൻ. ആ ദിവസം, ആ മാസത്തിലെ ഒരു ദിവസം നമ്മുടെ കർമ്മങ്ങൾ അല്ലാഹുവിന്റെ മുമ്പിലേക്ക് ഉയർത്തപ്പെടും. എന്റെയും നിങ്ങളുടെയും കർമ്മങ്ങൾ തമ്പുരാന്റെ മുമ്പിൽ എക്സിബിറ്റ് ചെയ്യപ്പെടും, അതവിടെ പ്രദർശിപ്പിക്കപ്പെടും. വർഷത്തിലൊരിക്കൽ നമ്മുടെ മുഴുവൻ കർമ്മങ്ങളും രേഖപ്പെടുത്തപ്പെട്ട രേഖ തമ്പുരാന്റെ മുമ്പിൽ ഹാജരാക്കപ്പെടുന്ന ദിനം ശഅബാനിൽ ഒരു ദിനമാണ്. അങ്ങനെ ഒരു സംഭവമുണ്ട്. ഗൗരവത്തിൽ ആലോചിച്ച് നോക്കൂ. നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ജീവിക്കുന്നതോടൊപ്പം നമ്മുടെ ഒരു കർമ്മരേഖ ഉണ്ടായി വരുന്നുണ്ട്. മഹാന്മാരുടെ ജീവചരിത്രം രേഖപ്പെടുത്തപ്പെടാറുണ്ട്. ചിലപ്പോൾ അവർ മരിച്ച ശേഷം, അല്ലെങ്കിൽ ഇപ്പോഴാണെങ്കിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഒരാളെ കൂലിക്ക് നിർത്തിയിട്ട് ഒരു ടീമിനെ കൊണ്ട് എഡിറ്ററെ നിർത്തിയിട്ട് അങ്ങ് എഴുതി തയ്യാറാക്കും. അതിൽ അത്യാവശ്യം നല്ല കാര്യങ്ങൾ മാത്രമേ പറയൂ, ബാക്കി പലതും പറയാതെ പോവല. അങ്ങനെയാണ്, എല്ലാം പറയാൻ പറ്റാത്തത് കൊണ്ട് പലതും പറയില്ല. അപ്പൊ ജീവചരിത്രം എന്ന് പറയുന്ന ആ സംഗതി ഒരു പ്രാധാന്യമുള്ള കാര്യമായിട്ട് ഇഹലോകത്ത് നമ്മൾ പരിഗണിക്കാറുണ്ട്. എങ്കിൽ ഞാനും നിങ്ങളും മഹാന്മാരാവേണ്ടതില്ല. ജനിച്ച ഓരോ മനുഷ്യന്റെയും ജീവചരിത്രം തുടക്കം മുതൽ രേഖപ്പെടുത്തൽ കൃത്യമായി നടന്നുകൊണ്ടിരിക്കുക. റഖീബും അതീദും. നമ്മൾ നല്ലത് രേഖപ്പെടുത്താൻ ഒരാൾ ചുമതലപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. നമ്മൾ ചെയ്യുന്ന ചീത്തയും രേഖപ്പെടുത്താൻ ഒരാൾ ചുമതലപ്പെട്ടിരിക്കുന്നു. ചീത്ത മാത്രം കളഞ്ഞിട്ട് നല്ലത് മാത്രം എഴുതി പ്രകാശനം ചെയ്യുന്ന ഗ്രന്ഥമല്ല ഇത്. നമ്മുടെ ജീവിതം മുഴുക്കെ രേഖപ്പെടുത്തുകയാണ്. അത് നമ്മൾ ആഗ്രഹിക്കേണ്ടതില്ല. നമ്മൾ ആഗ്രഹിച്ചില്ലെങ്കിൽ നടക്കും, എന്നാൽ നമുക്ക് ഇഷ്ടമില്ലാതെ നിർത്താനും പറ്റില്ല. അത് വളരെ കൃത്യമായി വ്യവസ്ഥാപിതമായി തമ്പുരാൻ വെച്ച ഈ പ്രപഞ്ചത്തിലെ സിസ്റ്റത്തിന്റെ ഭാഗമായി നടക്കും. അങ്ങനെ ഒരു വാക്ക് പോലും ഉരിയാടുന്നില്ല. റഖീബോ അതീദോ രേഖപ്പെടുത്തില്ല. രേഖപ്പെടുത്തേണ്ടത് ആരാണെന്ന് വാക്ക് പുറത്തു വരുമ്പോ അറിയാം. അപ്പൊ അത് രേഖപ്പെടുത്തേണ്ട ആള് രേഖപ്പെടുത്തും. അങ്ങനെ കൃത്യമായിട്ട് ഒരു ജീവിത രേഖ, ഒരു കർമ്മരേഖ, ഒരു ജീവചരിത്രം രേഖപ്പെടുത്തപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രക്രിയ നടക്കുന്നു. അങ്ങനെ ഈ രേഖപ്പെടുത്തപ്പെടുന്ന ജീവചരിത്രം വർഷത്തിലൊരിക്കൽ അള്ളാഹുവിന്റെ മുമ്പിൽ പ്രദർശിപ്പിക്കണം ഷഅബാനിൽ. അങ്ങനെ ഒരു സംഭവമുണ്ട്. അത് വല്ലാത്തൊരു സംഭവമാണ്. ആ സംഭവത്തിന്റെ ഗൗരവത്തെ കുറിച്ച് ഇരുന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ആ കർമ്മ പുസ്തകം അള്ളാഹുവിന്റെ മുമ്പിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയ പുസ്തകം അവിടെ ഹാജരാക്കപ്പെടും. വഹുവ ഷഹ്റുൻ, അതൊരു മാസമാണ്. തുർഫഉ ഫീഹിൽ അഅ്മാലു ഇലാ റബ്ബിൽ ആലമീൻ. ആ ദിവസം, ആ മാസത്തിൽ ഒരു ദിവസം ആ മനുഷ്യന്റെ കർമ്മ പുസ്തകങ്ങളെല്ലാം അള്ളാഹുവിന്റെ മുമ്പിൽ ഉയർത്തപ്പെടുകയും കാഴ്ചവെക്കപ്പെടുകയും ചെയ്യും. ഫഉഹിബ്ബു അൻ യുർഫഅ അമലി വ അന സ്വായിം. റസൂലുള്ളാഹി പറയാം, എന്റെ കർമ്മങ്ങൾ തമ്പുരാനിലേക്ക് ഉയർത്തപ്പെടുമ്പോൾ ഞാൻ നോമ്പുകാരനായിരിക്കാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ശഅബാനിൽ ഞാൻ ഇത്രയധികം നോമ്പെടുക്കുന്നത് എന്നാണ്. അപ്പൊ എന്റെ കർമ്മങ്ങൾ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് ഉയർത്തപ്പെടുമ്പോ ഞാൻ നോമ്പുകാരനായിരിക്കണം എന്നത് എനിക്ക് നിർബന്ധമായതുകൊണ്ട് ഞാൻ ഷഅബാനിൽ ധാരാളമായി നോമ്പെടുക്കുന്നു എന്നാണ്. ഇത് മനസ്സിലാക്കിയിട്ട് മുൻഗാമികൾ ഷഅബാനിൽ അധികം നോമ്പെടുത്തിരുന്നു. ഇത് ഷെയ്ഖ് അൽബാനി വരെ ഉദ്ധരിച്ച ഹദീസാണ്. ഇതൊരു സംഭവമാണ്. ആ കർമ്മരേഖ അള്ളാഹുവിന്റെ മുമ്പിൽ ഹാജരാക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ എന്ത് സംഭവിക്കും? അതിനെക്കുറിച്ച് മുഹദ്ദിസീങ്ങൾ പറയുന്നു, അള്ളാഹു അതോടെ വാങ്ങി വെക്കുന്നില്ല, തിരിച്ചിങ്ങോട്ട് കൊടുത്തയക്കൂത്രേ. അങ്ങനെ പറയാനുള്ള കാരണം, അതോടെ വാങ്ങി വെച്ചിരുന്നു എങ്കിൽ അത് തമ്പുരാന്റെ കസ്റ്റഡിയിൽ രേഖപ്പെടുത്തപ്പെട്ട രേഖ അവിടെ പൂർത്തീകരിച്ച് വെച്ചിട്ട് അതവിടെ വെച്ചിട്ട് പൂട്ടിയിരുന്നു എങ്കിൽ പിന്നീട് അത് ഭൂമിയിലേക്ക് തിരിച്ചു വന്നില്ല എങ്കിൽ സഹോദരന്മാരെ, നമുക്കൊരു വലിയ അവസരം നഷ്ടപ്പെടുമായിരുന്നു.
അത് തിരിച്ച് ഭൂമിയിലേക്ക് കൊടുത്തയക്കുന്നു. റുദ്ദൂഹു, നിങ്ങൾ ഭൂമിയിലേക്ക് തിരിച്ചു കൊണ്ടുപോയിക്കോ. ലഅല്ലഹു യതൂബു ലഅല്ലഹു യതൂബു ലഅല്ലഹു യർജിഉ. അല്ലാഹ് പറയാ ലഅല്ലഹു യതൂബു, എന്റെ ഈ ദാസൻ പശ്ചാത്തപിച്ചേക്കും, അവൻ പശ്ചാത്തപിച്ച് എന്നിലേക്ക് മടങ്ങിയേക്കുമെന്നാണ്. കാരണം ഈ കർമ്മപുസ്തകത്തിൽ നല്ലതും ചീത്തയുമുണ്ട്. ആ ചീത്തയാവട്ടെ ഇവിടെ നമ്മുടെ കൂടെ ജീവിക്കുന്ന കൂട്ടുകാർ പോലും അറിയാൻ നമ്മൾ ആഗ്രഹിക്കാത്തതാണ്. നമ്മുടെ സഹധർമ്മിണി അറിയാൻ നമ്മൾ ഇഷ്ടപ്പെടാത്ത, ഭർത്താവ് അറിയാൻ ഭാര്യ ഇഷ്ടപ്പെടാത്ത, നമ്മുടെ അടുത്ത ഫ്രണ്ട്സ് എന്ന് പറയുന്ന ആളുകൾ, ആ സുഹൃത്ത് വലയത്തിൽ പോലും അത് സംസാരിക്കാൻ നമുക്ക് ഇഷ്ടമില്ലാത്ത നമ്മുടെ ജീവിതത്തിലെ ഈ കുറവുകളുണ്ടല്ലോ, ആ ന്യൂനതകളും കുറവുകളും കറുത്ത പാടുകളായി കർമ്മപുസ്തകത്തിൽ വീണ് കിടക്കുന്ന രേഖ, അത് പുറത്തു വരാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. അത് നാളെ പരലോകത്ത് പുറത്തു വന്നാലോ, മാലോകർ ഒത്തുകൂടുന്നിടത്ത് നമ്മൾ ഏറെ വഷളാക്കപ്പെടും. ആ വഷളാക്കപ്പെടുന്നതിനെ കുറിച്ച് എത്ര ഗൗരവത്തിലാണ് മഹാന്മാർ ചിന്തിച്ചത്. നിങ്ങൾ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയെ കേൾക്കുക. അദ്ദേഹത്തെ അള്ളാഹു മനുഷ്യന് കൂട്ടുകാരനായി സ്വീകരിച്ച ഒരേ ഒരു വ്യക്തിയാണ്. മനുഷ്യനിൽ നിന്ന് അള്ളാഹു ഒരു കൂട്ടുകാരനെ സ്വീകരിച്ചിരിക്കുന്നു, ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. ആ മഹാനുഭാവന്റെ ജീവചരിത്രം വർഷാവർഷം അനുസ്മരിക്കണം അള്ളാഹ് തീരുമാനിച്ചത് കൊണ്ടാ. 4000 കൊല്ലങ്ങൾക്കപ്പുറത്ത് ജീവിച്ച ആ മഹാനുഭാവന്റെ ജീവചരിത്രം ഓരോ വർഷവും ദുൽഹജ്ജിൽ, ഹജ്ജിന്റെ ഭാഗമായും ഈദുൽ അദ്ഹയുടെ ഭാഗമായി ബലിപെരുന്നാൾ നമ്മൾ അനുസ്മരിക്കുന്നത്. അപ്പൊ നമ്മൾ മില്ലത്ത് ഇബ്രാഹിമിൽപ്പെട്ടവരാ, നമ്മൾ സുന്നത്ത് മുഹമ്മദിനും പെട്ടവരാ. നമ്മൾ മില്ലത്ത് ഇബ്രാഹിമിൽപ്പെട്ടവരും സുന്നത്ത് മുഹമ്മദിൽ ജീവിക്കുന്നവരുമാണ് അലൈഹിമാസ്സലാം. അത്രയും നമ്മളുമായിട്ട് ബന്ധമുണ്ട് ഈ വ്യക്തിക്ക്. ആ മഹാനുഭാവനെ കുറിച്ച് പറയുന്നിടത്ത് ഖുർആൻ പറ, അദ്ദേഹത്തിന്റെ പ്രാർത്ഥന റബ്ബിലാ തുഖ്സിനി യൗമ യുബഅസൂൻ, നാളെ പരലോകത്ത് പുനരുദ്ധാന നാളിൽ പടച്ചവനും എന്നെ വഷളാക്കല്ലേ എന്നാണ്. പരലോകത്ത് മനുഷ്യർ ഒത്തുകൂടുന്നിടത്ത് വഷളാക്കപ്പെടുക എന്നത് ഏറെ ഗൗരവമുള്ള വിഷയമാണ്. ഇന്ന് നമ്മുടെ കൂടെ ജീവിക്കുന്ന പലർക്കും അറിയാം നമ്മുടെ സ്വകാര്യതകൾ നാളെ പരലോകത്ത് വെളിപ്പെട്ടാലോ. ആ വെളിപ്പെടുന്നത് ഏറ്റവും വലിയ വഷളത്വമാണ്. ആ വഷളത്തെ കുറിച്ച് വല്ലപ്പോഴും നമ്മൾ ആലോചിച്ചു പോകും. ഇഹലോകത്ത് വഷളാകുന്നതിന് ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല, അതിവിടെ നിന്ന് കഴിഞ്ഞു പോകും. പരലോകത്ത് വഷളാക്കപ്പെടുന്നത് വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് റബ്ബിലാ തുഖ്സിനി യൗമ യുബഅസൂൻ, നാളെ പുനരുദ്ധാന നാളിൽ ആളുകൾ ഒത്തുകൂടുന്ന വേളയിൽ എന്നെ നീ വഷളാക്കരുത്. യൗമലാ യൻഫഉ മാലും വലാ ബനൂൻ, അന്ന് മക്കളോ സമ്പത്തോ ഉപകാരപ്പെടാത്ത നാളാണ്. ഇപ്പൊ നമുക്കുള്ളത് മാത്ര, ഒന്നുകിൽ നമ്മുടെ സമ്പത്ത്, ആളുകൾ നമ്മളെ ആദരിക്കുന്ന സമ്പത്തിന്റെ പേരില്ല. അവന്റെ കയ്യിൽ പണമുണ്ടോ അവന് സല്യൂട്ട് അടിക്കാൻ ആളുണ്ടാകും, അങ്ങനെയാണ്. പിന്നെ മക്കളുടെ പേര് കൊണ്ട്, മക്കളെ കൊണ്ട് പെരുമയെടുത്തവരോ മക്കളെ കൊണ്ട് വളർന്നവരോ ഒക്കെയാണ്. ഈ രണ്ടും മാത്രമേ ഇവിടെ ഉള്ളൂ, വേറെ സ്വന്തമായിട്ട് സീറോ ആണ്. ഈ മക്കളും സമ്പത്തും നാളെ ഉപകാരപ്പെടാത്ത നാള് വരാൻ പോവുക. മക്കളോ സമ്പത്തോ ഉപകാരപ്പെടാത്ത നാളിൽ പടച്ചവനെ എന്നെ വഷളാക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ കൊണ്ട് അനുഗ്രഹനായ വാപ്പയാണ്, ഒരു ഉപ്പാപ്പയാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. അദ്ദേഹത്തിന്റെ മകൻ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം, ഇസ്ഹാഖ് അലൈഹി സ്വലാത്തു വസ്സലാം, 2 മക്കൾ പ്രഗത്ഭരും അറിയപ്പെടുന്നവരും ചരിത്രത്തിൽ ഇടമുള്ളവരുമാണ്, പ്രവാചകന്മാരാണ് അലൈഹിമാസ്സലാം. ആ ഇസ്ഹാഖ് നബിയുടെ അടുത്ത പേരമകൻ, ഇസ്ഹാഖിന്റെ മകൻ യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം ഇബ്രാഹിമിന്റെ പേരക്കുട്ടിയാ. ആ യാക്കൂബിന് ഈ പ്രവാചകന്മാരുടെ വല്യപ്പയാണ്. ഒരുപാട് പ്രവാചകന്മാർ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട്. ബനൂ ഇസ്രായേൽ സമുദായത്തിന് ആ വല്യപ്പാന്റെ പേരാ. അപ്പൊ മക്കളും പേരക്കുട്ടികളുമായി പ്രവാചക പരമ്പരയുള്ള ഒരു വല്യപ്പ, എന്തുമാത്രം സവിശേഷമാണ് ആ വല്യപ്പാന്റെ സ്ഥാനം. ആ വല്യപ്പ പ്രാർത്ഥിക്കുക, പടച്ചവനെ ലാ തുഖ്സിനി യൗമ യുബഅസൂൻ, പരലോകത്തിന് നീ വഷളാക്കരുത്. ലാ യൻഫഉ മാലും വലാ ബനൂൻ, മക്കളും സമ്പത്ത് ഉപകാരപ്പെടാത്ത നാളാണത്. അപ്പൊ മക്കളും സമ്പത്ത് ഉപകാരപ്പെടാത്ത നാളിൽ വഷളാക്കപ്പെടുന്നതിനെ ഭയപ്പാടെ കണ്ട ഇബ്രാഹിം എന്ന വല്യപ്പയെ, പ്രവാചക പ്രപിതാവായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയെ ഖുർആൻ ഉദ്ധരിക്കുന്നത് നമുക്ക് തിരിച്ചറിവുണ്ടാകാനാ. ഈ വർണ്ണമൊന്നും നമ്മുടെ കയ്യിലില്ല. നമ്മുടെ മക്കളോ അതീ കോലത്തിലാ, സമ്പത്താണെങ്കിൽ അതും അങ്ങനെയൊക്കെയാണ്. അതിന്റെയൊക്കെ അസിൽ തേടിപ്പോയാൽ കുഴപ്പത്തിലായി പോകാൻ സാധ്യത കൂടുതലാ. അങ്ങനെ ഇരിക്കെ നമ്മുടെ കർമ്മങ്ങളാണെങ്കിൽ വളരെ കുറച്ച് കർമ്മങ്ങളും, എന്നിട്ട് നാളെ പരലോകത്തിന് വഷളാക്കപ്പെടാതിരിക്കാൻ എന്തുകൊണ്ട് ന്യായമെന്ന് ഞാനും നിങ്ങൾ ചിന്തിച്ചാൽ വല്ലാതെ ബേജാറായി പോകും. ബേജാറാവണമെന്നാണ് ഈ പറഞ്ഞതിനർത്ഥം. അപ്പൊ അങ്ങനെയുള്ള കർമ്മപുസ്തകത്തിലെ ആ കറുത്ത പാടുകളെ മായ്ക്കാൻ തമ്പുരാൻ നൽകുന്ന അവസരമാണ് റമദാൻ. അതാണ് റമദാൻ രണ്ടാമത്തെ പ്രത്യേകത. നമുക്ക് നമ്മുടെ കർമ്മപുസ്തകം തിരുത്താം. ഇപ്പോൾ അതിന് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അള്ളാഹ് ഇങ്ങോട്ട് കൊടുത്തയച്ചത് വാങ്ങി വെച്ചില്ല. അവിടെ വാങ്ങി വെച്ചിരുന്നെങ്കിൽ ഇതിനെ തിരുത്താൻ സാധ്യമല്ല. അതുകൊണ്ട് പിറകോട്ട് നോക്കിയിട്ട് ജീവിതത്തെ വിലയിരുത്തി പടച്ചവനോട് തൗബ ചെയ്യാനുള്ള അവസരമാണ് വരാനിരിക്കുന്നത്. അതുകൊണ്ട് റുദ്ദൂഹിയേഹി, ഭൂമിയിലേക്ക് തിരിച്ചു കൊണ്ടുപോയിക്കോ. ലഅല്ലഹു യതൂബു, എന്റെ ഈ ദാസൻ ഗൗരവമുള്ളവനാണെങ്കിൽ, കാര്യങ്ങളെ ഗൗരവത്തോടെ കാണുമെങ്കിൽ ലഅല്ലഹു യതൂബു, പശ്ചാത്തപിച്ചേക്കും. ലഅല്ലഹു യതൂബു, പശ്ചാത്തപിച്ചേക്കും. ലഅല്ലഹു യർജു, മടങ്ങി വന്നേക്കും, എന്നിലേക്ക് മടങ്ങി വന്നേക്കും. പാപങ്ങൾ തിരുത്തിയിട്ട് അവൻ നല്ല ദാസനായി മാറിയേക്കാം. അതുകൊണ്ട് ഈ അവസരം അവന് കൊടുക്കട്ടെ. ഫയത്റുഖുലനൽ ഫുർസ ബഅദൽ ഫുർസ, ഒന്നിനു പിറകെ ഒന്നായി അല്ലാഹ് അവസരം തരിക. അങ്ങനെ റമദാൻ വരും. നമ്മൾ ആഗ്രഹിച്ചിട്ടല്ല അല്ലാഹ് തരിക, നമ്മൾ ആഗ്രഹിച്ചിട്ടല്ല അല്ലാഹ് തരിക. നമ്മൾ എത്ര പേർ കൊതിച്ചു റമദാൻ വന്ന് കിട്ടാൻ.
അങ്ങനെ ഒരു ചോദ്യത്തിന്റെ സന്ദർഭത്തിൽ ഞാൻ എന്നോട് ചോദിക്കുക, നമ്മൾ എത്ര പേർ ആഗ്രഹിച്ചു റമദാൻ വന്നു കിട്ടാൻ? നമ്മൾ എത്ര പേര് പ്രാർത്ഥിച്ചു റമദാനിൽ ജീവിക്കാൻ? അപ്പൊ നമ്മൾ ആഗ്രഹിച്ചില്ലെങ്കിലും അല്ല തരിക, അത് അള്ളാഹുവിന്റെ ഔദാര്യമാണ്. അല്ല പാപങ്ങൾ പൊറുക്കാൻ തയ്യാറായി നിൽക്കുക, അവൻ നിങ്ങളോട് കാരുണ്യം കാണിക്കാൻ തയ്യാറായിരിക്കുക. അതിന്റെ ഭാഗമായി വീണ്ടും ഇതാ ഒരവസരം, ആ അവസരമാണ് റമദാൻ. അപ്പോൾ പാപങ്ങളെ പൊറുപ്പിക്കാൻ നാഥ് നൽകിയ അനുഗ്രഹമാണ്. ഗൗരവത്തോടെ കാണുന്നവർക്ക് ഇത് ഏറ്റവും വലിയ സുവർണാവസരമാണ്. ഇത് വല്ലാത്തൊരു ഓഫറാണ്. ശനിയാഴ്ച, വെള്ളിയാഴ്ച, ശനിയാഴ്ച ദിനങ്ങളിൽ പത്രങ്ങളിൽ ഓഫർ പ്രഖ്യാപിക്കുമ്പോൾ ശനിയും ഞായർ ഉപയോഗപ്പെടുത്തിയിട്ട് മാളുകൾ കയറിയിറങ്ങുന്ന മനുഷ്യർ മനസ്സിലാക്കണം, അതിനേക്കാൾ വലിയ ഓഫർ അല്ല പ്രഖ്യാപിക്കുന്നത്. ഇതാ ഒരു മാസക്കാലം നിനക്ക് നിന്റെ കർമ്മപുസ്തകത്തിലെ കറുത്ത പാടുകളെ തിരുത്തി മായ്ച്ചു കളഞ്ഞ് നിനക്ക് അള്ളാഹുവിന്റെ ഔദാര്യത്താൽ നീ ചെയ്ത തിന്മകൾ നന്മകളായി അള്ളാഹു നിനക്ക് മാറ്റിത്തരുന്ന വല്ലാത്ത അവസരം. സൂറ ഫുർഖാൻ 70-ാമത് വാക്യം. ആ വാക്യത്തിൽ അല്ലാഹു പറയാ, ഇല്ലാമൻ താബവ ആമന വ അമില അമലൻ സ്വാലിഹ, വിശ്വസിക്കുകയും പശ്ചാത്തപിക്കുകയും വിശ്വാസം ഉറപ്പിക്കുകയും അമില അമലൻ സ്വാലിഹ, ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾ ഇസ്തിഗ്ഫാർ നടത്തി തൗബ ചെയ്ത് അതിനെ മായ്ച്ചു കളഞ്ഞ് അതിനെ മറികടക്കാൻ കൂടുതൽ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർ, ഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്, അവരുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുന്നു. മാത്രമല്ല കർമ്മപുസ്തകം കറുത്ത പാടുകൾ മായ്ച്ചു കളയുന്നു. മാത്രമല്ല യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്, അവരുടെ തിന്മകളെ നന്മകളാക്കി മാറ്റി കൊടുക്കുന്ന, തിന്മകൾ നന്മകളായി വരവെക്കപ്പെടും. അങ്ങനെ മീസാൻ കനം തോന്നും. ആരുടെ ത്രാസ് കനം തൂങ്ങിയോ അവനാണ് സംതൃപ്തമായ ജീവിതം. ത്രാസ് കനം കുറഞ്ഞവൻ പ്രയാസത്തില, അവന് ഹാസിര്യങ്ങൾപ്പെട്ടവനാ, ഹസിറ ദുനിയാ വൽ ആഖിറ, ഇഹവും പരവും പരാജയപ്പെട്ടവനാ. അപ്പൊ ത്രാസ് കനം തൂങ്ങാൻ കിട്ടുന്ന ഏറ്റവും നല്ല അവസര ചെയ്തു പോയ തെറ്റുകുറ്റങ്ങളെ മുമ്പിൽ കൊണ്ടുവരിക. അങ്ങനെ റമളാന്റെ ദിനരാത്രങ്ങളെ പൂർണ്ണ ഉപയോഗപ്പെടുത്തുക. അതിൽ നല്ല അളവിൽ തൗബ ഇസ്തിഗ്ഫാർ സാധ്യമാക്കുക. എന്നിട്ടോ ധാരാളമായി കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. അള്ളാഹുമായി നന്നായിട്ട് എടുക്കുക. അങ്ങനെ പാപങ്ങൾ പുറത്തു കിട്ടുക എന്നത് മാത്രമല്ല, ആ പാപങ്ങളിലെ തെറ്റുകളെല്ലാം നമുക്ക് നന്മയായി അള്ളാഹിന്റെ അടുക്കൽ വരവെക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സന്ദർഭം സംജാതമായാൽ വലതു കൈയിൽ ഗ്രന്ഥം കിട്ടും. വലതു കൈ ഗ്രന്ഥം കിട്ടിയ അൽഹംദുലില്ലാഹ് സ്വർഗത്തിൽ പ്രവേശനം ഉറപ്പാ. ഇങ്ങനെ ഒരു സംഗതി ഉറപ്പുവരുത്താൻ, അവിടേക്കുള്ള ടിക്കറ്റ് ഉറപ്പുവരുത്താൻ ശ്രമിക്കേണ്ടുന്ന ഒരു മനുഷ്യന് റമളാൻ വളരെ പ്രാധാന്യമുള്ള ഒരു കാലയളവാണ്. അത് ആലസ്യത്തിന്റെ, ഉറക്കത്തിന്റെ, മടിയുടെ, അസ്ക്യതയുടെ, അസ്വസ്ഥത കാലമല്ല. നഊദു ബില്ലാഹി നസ്തഗ്ഫിറുല്ലാഹ്. അത് ആവേശത്തിന്റെ, ക്രിയേറ്റിവിറ്റിയുടെ, ക്രിയാപരതയുടെ, സക്രിയതയുടെ, സജീവതയുടെ കാലമാണ്. അതിന്റെ രാവും പകലും ഓരോ നിമിഷവും അവന് വേണ്ടി മുതൽ കൂട്ടുകയാണ് ചെയ്യുക. അത്ര ജാഗ്രതയോടെ അവനും കുടുംബവും പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള പരിശ്രമത്തിലേക്ക് നമ്മെ കൊണ്ടുവരികയാണ് റമളാൻ. അങ്ങനെയാണ് റമളാൻ നമ്മുടെ അടുത്ത് വരേണ്ടത്, അല്ലെങ്കിൽ അങ്ങനെയാണ് റമളാനെ നാം സമീപിക്കേണ്ടത്. അതുകൊണ്ട് റമളാനിലെ 3 കാര്യങ്ങൾ, നമ്മൾ ചെയ്യുന്ന 3 കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞെടുത്തും അല്ല ഈ ഓഫർ പ്രത്യേകം എടുത്തു പറഞ്ഞു. മൻ സ്വാമ റമളാന ഈമാനൻ വഹ്തിസാബൻ, വിശ്വാസത്തോടെയും പ്രതിഫലം കാംക്ഷിച്ചും. ഇഹ്തിസാബ് ആത്മപരിശോധന എന്ന അർത്ഥമുണ്ട്. തന്റെ ജീവിതത്തിലെ കഴിഞ്ഞുപോയ കുറവുകളെ വിലയിരുത്തുക, അതാണ് ആത്മപരിശോധന. കണക്കെടുപ്പിന്റെ നാൾ, ഇത് മാർച്ച്, ഇപ്പൊ ഏപ്രിൽ 1 കടന്നു. ഇന്നലെ വരെ ഫിനാൻഷ്യൽ ഇയർ എൻഡിങ് ആയിരുന്നു. സാമ്പത്തിക വർഷത്തിന്റെ അവസാനം പല ഓഫീസും അടച്ചു കിടക്കുകയായിരുന്നു. അവര് കണക്കെടുപ്പ് നടത്തുക, മണ്ണിൽ അങ്ങനെ നടക്കുന്നുണ്ട്, ബാങ്ക് ഉൾപ്പെടെ. അങ്ങനെ ഒരു സാമ്പത്തിക വർഷത്തിൽ കണക്കെടുപ്പ് നടന്ന ഗൗരവമുള്ള ഒരു പ്രക്രിയ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. എല്ലാ സംവിധാനത്തിലും ഉണ്ട്. ബിസിനസ്സുകാർക്ക് ഈ സംഗതിയുണ്ട്. അവർ വർഷത്തിൽ കണക്കെടുക്കുമ്പോൾ കടകളൊക്കെ അടച്ചിട്ട് കച്ചവടമൊക്കെ നിർത്തിയിട്ട് കണക്ക് നോക്കി ലാഭമോ നഷ്ടമോ എന്ന് കണക്കൂട്ടും. അത്രമേൽ ഗൗരവം ഈ മണ്ണിൽ ജീവിക്കുന്ന ഓരോ മനുഷ്യനും ഈ വാർഷിക കണക്കെടുപ്പിന് നൽകുന്നു എങ്കിൽ, സഹോദരങ്ങളെ, സഹോദരിമാരെ, എന്റെ നിങ്ങളുടെ ജീവിതത്തിന്റെ കണക്കെടുപ്പിന്റെ നാളെ റമളാൻ. പക്ഷേ ഭൗതിക ലോകത്ത് കണക്കെടുപ്പിന് പ്രാധാന്യം കൊടുക്കുന്ന പലരും സ്വന്തം ജീവിതത്തിന്റെ ഗൗരവമുള്ള നാള് വരാനിരിക്കുന്ന, പ്രയാസപ്പെടേണ്ടി വരുന്ന ആ നാളുമായി ബന്ധപ്പെട്ട് തന്റെ ജീവിതത്തിന്റെ കണക്കെടുപ്പിന് ഗൗരവം കൊടുക്കുന്നില്ല. അതുകൊണ്ട് അവർക്ക് റമളാൻ പ്രത്യേകിച്ചൊന്നും നേടിക്കൊടുത്തില്ല. അതുകൊണ്ട് പാപങ്ങൾ പൊറുപ്പിക്കപ്പെട്ടില്ല. അതുകൊണ്ട് മൻ സാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി, ആര് റമളാനിനെ ഈ അർത്ഥത്തിൽ അതിലെ വ്രതാനുഷ്ഠാനം യഥാവിധി നിർവഹിക്കുന്നു, അവന്റെ മുൻകഴിഞ്ഞു പോയ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുന്നു. നോമ്പിനെ കുറിച്ച് പറഞ്ഞെടുത്ത് അതിന്റെ പ്രതിഫലമായി കിട്ടുന്നത് പാപങ്ങൾ പുറത്തു കിട്ടുക എന്നതാണ്.
രാത്രി നമസ്കാരം രാത്രി എഴുന്നേറ്റ് നമസ്കരിക്കുന്നവർ ഖിയാമുൽ ലൈൽ, തറാവീഹും തഹജ്ജുദും അത് റമദാൻ നിർവഹിക്കുന്നവരുടെ മുൻകഴിഞ്ഞു പോയ പാപങ്ങളെ പുറത്തു കൊടുക്കുമെന്ന്. പിന്നീട് വരുന്ന അവസാനത്തെ പത്തിലെ സവിശേഷമായ രാവുകളെ പ്രതീക്ഷിച്ചുകൊണ്ട് നിർവഹിക്കുന്ന നമസ്കാരം, അതിനെക്കുറിച്ച് പറഞ്ഞെടുത്ത് മൻ ഖാമ ലൈലത്തുൽ ഖദ്രി ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദം മിൻ ദംബി. ലൈലത്തുൽ ഖദറായി വരാൻ സാധ്യത രാവിലെ എഴുന്നേറ്റ് നമസ്കരിക്കുന്നതിന്റെ മുൻകഴിഞ്ഞു പോയ പാപങ്ങൾ പുറത്തു കൊടുക്കും. 3 കാര്യങ്ങൾ പറഞ്ഞെടുത്തും വ്രതാനുഷ്ഠാനം, രാത്രി നമസ്കാരം, അവസാനത്തെ 10 സവിശേഷമായ രാവിനെ ഉപയോഗപ്പെടുത്താനുള്ള ശ്രമങ്ങൾ, അതെല്ലാം അതിന്റെ ഭാഗമായി പാപങ്ങൾ പുറത്തു കിട്ടുമെന്നാണ്. പാപങ്ങൾ പുറത്തു കിട്ടുക എന്നതിന്റെ ഗൗരവം എത്ര പേർക്ക് അറിയും എന്നതിനെ ആശ്രയിച്ചിരിക്കും എത്ര പേർ റമദാനിനെ സവിശേഷമായി ഉപയോഗപ്പെടുത്തുന്നു എന്നത്. അതിന്റെ ഗൗരവം അറിയാത്തവർക്ക് ഈ റമദാൻ അസ്വസ്ഥത മാത്രമാണ് സമ്മാനിക്കുക. ഇനി ഒരു ഹദീസ് കൂടി പറയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഥാർത്ഥത്തിൽ റമദാനുമായി ബന്ധപ്പെടുത്തി തിരുനബി പറഞ്ഞ ഈ വർത്തമാനത്തിന്റെ ഗൗരവം നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാം. റസൂലുള്ളാഹി പറയുന്നു, വറഗിമ അൻഫു റജുലിൻ, ഒരു മനുഷ്യൻ നശിച്ചത് തന്നെ, നശിച്ചുപോയി അവൻ, ഒരാൾ നശിച്ചിരിക്കുന്നു. ദഖല അലൈഹി റമദാന, അവന്റെ അടുത്ത് റമദാൻ മാസം വന്നു. ഇതാ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ നമ്മുടെ അടുത്ത് വന്നിരിക്കുക. റമദാൻ മാസം സമീപസ്ഥമായി അവന്റെ അടുത്തേക്ക് പ്രവേശിച്ചു. സുമ്മൻ സലഹ, പിന്നീട് റമദാൻ അതുപോലെ കഴിഞ്ഞുപോയി. അതിന്റെ തുടക്കത്തിൽ അതിൻ്റെതായ വരവ് കഴിഞ്ഞാൽ പിന്നെ വേഗത്തിൽ ദിനങ്ങൾ കടന്നുപോകും. അവസാനത്തെ 10 കഴിഞ്ഞ് പെരുന്നാളിലേക്ക് എത്തും. അപ്പോഴാണ് റമദാൻ കഴിഞ്ഞുപോയി എന്നറിയാം. അപ്പൊ സുമ്മൻ സലഹ, പിന്നീട് റമദാൻ അവനെ വിട്ടുപോയി. ഖബല യുഗ്ഫറല, അവന്റെ പാപങ്ങൾ പൊറുപ്പിക്കപ്പെടുന്നതിന് മുമ്പ്, അവന്റെ പാപങ്ങൾ പൊറുപ്പിക്കപ്പെടുന്നതിന് മുമ്പ് റമദാൻ വന്നതുപോലെ പോയി. അഥവാ റമദാനിനെ ഉപയോഗപ്പെടുത്തി ജീവിതത്തിലെ കഴിഞ്ഞു പോയ തെറ്റുകുറ്റങ്ങളെ തിരുത്താൻ അവന് കഴിഞ്ഞില്ല. അത്തരം മനുഷ്യൻ നശിച്ചത് തന്നെ. അവനാണ് ഭാഗ്യം കെട്ടവൻ. ലാ യസ്ലാഹ ഇല്ലൽ അഷ്ഖാ, ഭാഗ്യം കെട്ടവരെ നരകത്തിൽ കത്തിയെരിയുകയുള്ളൂ. നരകത്തിൽ കത്തിയെരിയുന്ന ഭാഗ്യം കെട്ടവനാ. അപ്പൊ ഭാഗ്യവും ദൗർഭാഗ്യവും സൗഭാഗ്യവും നമ്മുടെ കണക്കിൽ വേറെ ചിലതൊക്കെയാണ്. അവൻ ഭാഗ്യവാനാ, കാരണം ഇങ്ങനെയാണ്. അവൻ ഭാഗ്യം കെട്ടവനാ, എന്ത് ചെയ്താലും ഇങ്ങനെയാണ് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ഇഹലോകത്തെ ഒരു മാനദണ്ഡ. പക്ഷെ വേറെ ഒരു യാഥാർത്ഥ്യപൂർണമായ മാനദണ്ഡമുണ്ട്. ആരാണ് ഭാഗ്യവാൻ, ആരാണ് ദൗർഭാഗ്യവാൻ? ഷഖിയ്. ആരാ ഷഖിയ്? ഷഖി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ നരകത്തിൽ എറിയപ്പെടുന്നവരാ. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു, ഫഅൻദർതുകും നാറൻ തലല്ലാ, നിങ്ങൾക്കിതാ ഞാൻ കത്തിയ നരകത്തെ കുറിച്ച് മുന്നറിയിപ്പ് തരുന്നു. ലാ യസ്ലാഹ ഇല്ലൽ അഷ്ഖാ, അതിൽ കത്തിയെറിയുന്നവൻ ഭാഗ്യം കെട്ടവനായിരിക്കും. ഭാഗ്യം കെട്ടവനായി മാറാതിരിക്കാൻ ശ്രമിക്കണമെങ്കിൽ റമദാൻ നമ്മുടെ ജീവിതത്തിൽ അത്രമേൽ പ്രാധാന്യപൂർവ്വം കാണാൻ നമുക്ക് കഴിയണം. വിശുദ്ധ ഖുർആന്റെ ആഗമനവുമായി ബന്ധപ്പെട്ടാണ് റമദാന്റെ വ്രതാനുഷ്ഠാനം. കാരണം ഖുർആനിന്റെ വാർഷിക അവതരണത്തിന്റെ അനുസ്മരണമാണ് റമദാൻ. വിശ്വാസിക്കാണെങ്കിലോ വിശ്വാസികളുടെ ജീവിതത്തിന്റെ പാപങ്ങൾ മായ്ച്ചു കളഞ്ഞ് അള്ളാഹുമായി അടുത്ത് കൃത്യതയോടെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ജീവിച്ച് കലിമ ചൊല്ലി മരിക്കാൻ അവനെ പാകപ്പെടുന്ന തർബിയത്തിന്റെ ശിക്ഷണത്തിന്റെ കാലയളവാണ് റമദാൻ. ആ തർബിയത്തിന്റെ കാലയളവിനെ ഇതേ ഗൗരവം ഉൾക്കൊണ്ട് ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയുന്നിടത്ത് നമ്മൾ ഭാഗ്യവാന്മാരായി തീരുകയാണ്. കഴിയാത്തവർ ഭാഗ്യം കെട്ടവരും. ഭാഗ്യം കെട്ടവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്താതിരിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല വരാനിരിക്കുന്ന റമദാനിനെ യഥോചിതം ഉപയോഗപ്പെടുത്താൻ നമുക്ക് ഉദവി നൽകുമാറാവട്ടെ. അതിന്റെ ഗൗരവത്തെ അറിഞ്ഞ് ആ ദിനരാത്രങ്ങളെ നമുക്ക് അനുകൂലമാക്കി മാറ്റിയെടുക്കാനുള്ള തഖ്വാ ബോധം, ഈമാൻ അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. അതിലെ ഒരു രാവും പകലും നമുക്ക് നഷ്ടപ്പെടാതിരിക്കുമാറ് ജാഗ്രതായ സമീപനം സ്വീകരിക്കാൻ അള്ളാഹു നമുക്ക് കരുത്ത് പകരുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിന്റെ ശരിയായ കണക്കെടുപ്പ് നടത്തി വീഴ്ചകൾ തിരുത്തി പശ്ചാത്തപിച്ച് അള്ളാഹുലേക്ക് മടങ്ങാൻ ഈ റമദാൻ നമുക്ക് അവസരമാകുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ കർമ്മങ്ങളെ സ്വീകരിക്കുമാറാവട്ടെ. റമദാനിൽ ജീവിക്കാൻ അവൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മളിൽ മരിച്ചുപോയവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാവട്ടെ. നമ്മുടെ രോഗികൾക്ക് നാഥൻ ശിഫയും ശമനവും നൽകുമാറാവട്ടെ. നാം അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളും തമ്പുരാൻ ദൂരീകരിച്ച് എളുപ്പം നൽകുമാറാവട്ടെ.